സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ കണ്ണുകളാൽ അവൻ ഗ്രാമങ്ങളെ തകർത്തു, വീരന്മാരെയും തകർത്തു, ലോകത്തെ യഥാർത്ഥ വേദനയ്ക്ക് മുന്നിൽ തലകുനിക്കുവാൻ നിർബന്ധിതനാക്കി. ആകാശം പിളർത്തി ഭൂമി തകർത്തപ്പോൾ അവന്റെ കൈകൾക്കിടയിൽ ലീഫ് വില്ലേജ് പോലും അപ്രതീക്ഷിതമായി. ജീവിതവും മരണവും ഒരു കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു അവന്. നിരാശ സമാധാനത്തിന്റെ ഭാഷയുമായിരുന്നു. നിത്യതയുടെ കണ്ണുകളുള്ള രാഷ്ട്രങ്ങളെ വിഴുങ്ങിയ കൊടുങ്കാറ്റ്, ദുരന്തത്തിന്റെ ഇച്ഛാശക്തിയും വഹിച്ച് വേദനയിലൂടെ ലോകത്തെ പുനർനിർമ്മിച്ച ഒന്നൊന്നര ദൈവം, വേദനയിലൂടെ മാത്രമേ യഥാർത്ഥ സമാധാനം ജനിക്കൂ എന്ന് പഠിപ്പിച്ച പെയിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദ വൺ ആൻഡ് ഓൺലി നഗാട്ടോ ഉസുമാക്കി. പക്ഷെ കാലാന്തരത്തിൽ അവൻ ടോബിയായി മാറി. വിധി അവനെ യമദേവനായ സാക്ഷാൽ മാദ്ര ഉച്ചിഹയിലേക്ക് എത്തിച്ചു. അവസാനം 10 ടൈൽസ് ജിഞ്ചുറുക്കിയായി മാറുകയും ചെയ്തു. അവന്റെ കണ്ണുകൾ പ്രതീക്ഷയും സ്നേഹവും സത്യവും നഷ്ടവും പ്രതികാരവും കണ്ടു. എന്നാൽ അതേ കണ്ണുകളെ ലോകം കണ്ടത് ലോകത്തിന്റെ തന്നെ ഒരു പേടി സ്വപ്നമായിട്ടാണ്. അവനായിരുന്നു നറൂട്ടോയുടെ പ്രതിബിംബം. അവൻ തന്നെയായിരുന്നു സാസ്കയുടെ മുൻഗാമി. കക്കാഷിയുടെ കോമ്രേഡും ഇവൻ തന്നെയായിരുന്നു. സാക്ഷാൽ മാദ്ര ഉച്ചിഹയുടെ ആയുധവും ഇവനായിരുന്നു. വൺ ആൻഡ് ഓൺലി ദ ലെജൻഡറി ഒബീറ്റോ ഉച്ചിഹ.